ഞങ്ങള് ഓണത്തിന് അവിയൽ ഉണ്ടാക്കിയില്ല. 4ാം ഓണത്തിനാണ് അവിയൽ ഉണ്ടാക്കിയത്. സാമ്പാറും കൂട്ടുതോരനും ഇഞ്ചിപ്പുളിയും പാവയ്ക്ക കിച്ചടിയായിരുന്നു ഓണത്തിന്റെ കറികൾ. അവിയലൊന്നും ഉണ്ടാക്കാൻ മടിയായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പൊ 4ാം ഓണത്തിന് രാവിലെ തന്നെ അവിയൽ നമ്മുടെ കിച്ചണിൽ റെഡിയായി കഴിഞ്ഞു. കാന്താരിമുളക് ആട്ടോ ചേർത്തേക്കണം, നമ്മുടെ ഫ്രഷ് കാന്താരിമുളക്. കാന്താരിമുളകിന്റെ പടം എടുത്തില്ലായിരുന്നു നമുക്ക് വേനലൊക്കെ കഴിഞ്ഞ് മഴ പിടിച്ചപ്പോ മുളകായി തുടങ്ങി. ഫ്രഷ് കാന്താരി ഉച്ചക്ക് ചോറുണ്ടുമ്പോ കാണിക്കാം. അത് നിനക്ക് കഴിക്കാൻ. ഇതില് പിന്നെ ഒരു അയില വറുത്തതിൽ ഇരിപ്പുണ്ട്, ബാക്കി അയില വെട്ടാൻ പൊളിച്ചു. ഇല്ല, അത് ചിലത് കിള്ളി പൊളിക്കൂടാ. അപ്പൊ ഞാനിനി ബാക്കി അയില വെട്ടാൻ പോവാ. പിന്നെ എന്തേ പാവയ്ക്ക കിച്ചടി കടുക് പൊട്ടിക്കാൻ കിട്ടും, അത് ഉച്ചക്ക് കാണിക്കാൻ വേണമെങ്കിൽ. കിച്ചടി ആക്കി വെച്ചിനി കടുക് വറക്കണം. അത്രയും കറിയായിരുന്ന അത്രയാണ്. ഇത് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ഈ ബ്രെഡിന്റെ അകത്ത് എന്നാന്ന് നോക്കിക്കതേ, എനിക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചേക്കുന്നത്. ഒരു പീസ് 2-3 പീസ് അപ്പം പോലെയുണ്ട്. ഈ ബ്രെഡ് അങ്ങനെയാ, NEFTയിലെ ബ്രെഡ്. അപ്പം ബ്രെഡ്. ഞാൻ പോവാ മീൻ വെട്ടാൻ. മീനില്ലെങ്കിൽ കുക്കറിൽ അരി വേവിക്കാൻ വെച്ചേക്കണം. തുണി ആയോളൂ, എന്നാലും ഇതൊക്കെ വിസിലടുപ്പിച്ച് വെക്കാം. ശരി, ഉച്ചക്ക് കാണാം. ഉച്ചത്തെ ഊണാണേ. ആദ്യം നമ്മൾ അവിയൽ കാണിച്ചായിരുന്നു. തിരുവോണവും ഉത്രാടവും അവിട്ടത്തിനും ഞങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നു അവിയല്. അപ്പൊ ഇന്ന് അവിട്ടം ചതയ അല്ലേ, ഇന്നാണ് ഞങ്ങൾ അവിയലുണ്ടാക്കിയത്. പിന്നെ പുളിയിഞ്ചിയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെയാണ് ഇന്നത്തെ കറി. അത് കൂടാതെ ഒരു നോൺ വെജും കൂടെ ഉണ്ട്. കളർഫുൾ അവിയൽ വിത്ത് കാന്താരിമുളക്, സ്വന്തം കാന്താരി കേട്ടോ. കുറച്ച് ഞാൻ കോരി വെച്ച് നാളത്തേക്കിനെന്ന് വെച്ചാൽ കേടാവും. ടൊമാറ്റോ കളർഫുൾ ആയിട്ട് കാണിക്കാൻ ഞാൻ അതിലിട്ടത്. അങ്ങനെ ഒരു ക്യാരറ്റ് എനിക്കാ, എത്ര വേണമെങ്കിലും ഇട്ടു. ഇനിയിപ്പൊ നിന്റെ അമരപ്പയർ തോരൻ വൈകുന്നേരം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ഫിഷ് ഫ്രൈ, അയില വറുത്തത് ഇന്ന് വറുത്തതല്ലേ? ഇത് ഇന്ന് വറുത്തതാ, ഇന്നലെ കണ്ടില്ലായിരുന്നു ഇത്. അതങ്ങനെ കാണൂല, ഇന്നലെ നാളെ വറുത്തോളൂ. ദേ 2 എനിക്കാണോ ഇപ്പൊ? 2 ദേ ഒരെണ്ണം ഇതിനകത്തുണ്ട്. മാറ്റി വെച്ചേക്കണ അങ്ങനെയല്ല, സ്ഥലത്തായിട്ട് ഈ പാത്രത്തിൽ 4 വെച്ചപ്പോ ഉടങ്ങി പോവാതെ ചെറിയ ചുറ്റുപാത്രമായിരുന്നു എടുത്തത്. ഞാൻ അതിൽ 1 വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മാറ്റിയൊക്കെ വെക്കും ചിലപ്പോ. ചോറിനാൻ വരുമ്പോ ചിലപ്പോ കാണില്ല, എനിക്ക് അത്ര പിടിക്കൂല, അതുകൊണ്ട് ഞാൻ മാറ്റിയൊക്കെ വെക്കും. പുളിയിഞ്ചി യമ്മി പുളിയിഞ്ചി. അപ്പയ്ക്ക് നടുക്കാണോ ഒഴിക്കണേ? നിങ്ങൾക്ക് 2 പേർക്കും നടുക്കല്ലേ. പുളിയിഞ്ചി കുറച്ച്. അമ്മയ്ക്ക് വേണ്ടേ പുളിയിഞ്ചി? കിച്ചടി, സൂപ്പർ കിച്ചടി ആട്ടോ. ഇത് പുതിയതുണ്ടാക്കിയതാ. വറുത്ത പാവയ്ക്ക കുറച്ചല്ലേ അന്ന് എടുത്തോളൂ. പിന്നെ ഞാൻ ബാക്കി ആ ബൗളിൽ വെച്ചിരുന്ന പാവയ്ക്ക പുറത്ത് തന്നെ വറുത്തത് വെച്ചിരുന്ന, എന്നിട്ട് ഞാൻ അതിലേക്ക് കട്ടത്തൈര് ഒഴിച്ചു, കടുക് പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നല്ല ചൂട് ചോറിന്റെ കൂടെ ചൂട് അവിയൽ, ചൂട് മീൻ വറുത്തത്, ചൂട് മീൻ വറുത്തത്. പുളിയിഞ്ചിക്ക് ചൂടില്ല കേട്ടോ, ചൂടില്ല. പിന്നെ കിച്ചടിക്കും ചൂടില്ല. ഇതാണ് അപ്പയുടെ ലഞ്ച്. ഇത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ പപ്പടം. പപ്പടം. അപ്പൊ ഇതാണ് ലഞ്ച്. ഇനി ഇത് കഴിക്കാം.